നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചെമ്പകമംഗലത്തെ വാള് സ്വർണത്തിൽ രത്നങ്ങൾ പതിപ്പിച്ച് നിർമ്മിച്ചതല്ലേ ഗോപൻ? അതെ. പക്ഷേ ഇതല്ല. അതുപോലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാള. സ്വർണത്തിന്റെ തരി പോലുമില്ല. ഡീറ്റെയിൽസ് പറയും. അങ്ങോട്ട് നീങ്ങിക്കടി. നിനക്ക് എവിടുന്ന് കിട്ടി ഈ വാള്? നീ എവിടുന്ന് ഈ വാള് മോഷ്ടിച്ചതെന്ന്? അയ്യോ, ഞാൻ മോഷ്ടിച്ചതല്ല. എനിക്ക് അലറാതടി. ഇവളെ വിടരുത്. ഇവളുടെ പേരിലുള്ള എല്ലാ മോഷണ കേസും തെളിയിക്കണം. ആ ജ്വല്ലറിക്കാരൻ എവിടെ? ഇപ്പൊ വിളിക്കാം മാഡം. എന്താ ഉണ്ടായത്? ഇവരൊരു സ്വർണ്ണവാള് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് കടയിൽ വന്നിരുന്നു. ഈ സ്ത്രീയെ കണ്ടപ്പോഴേ എനിക്കൊരു സംശയം തോന്നിയതാ. വാളുരച്ചു നോക്കിയപ്പോ അത് ചെമ്പാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ തന്നെ ഞാൻ പോലീസിനെ വിളിക്കുകയായിരുന്നു. വാള് സ്വർണം തന്നെയായിരുന്നെങ്കിൽ തനിക്കൊരു കോൾ ഒക്കുമായിരുന്നു അല്ലേടോ? ചെമ്പകമംഗലത്തെ ഒരു സ്വർണ്ണ വാള് മിസ്സായ കാര്യം അറിയോ? അറിയാം. ആ വാളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അതിന്റെ റിസീവർ ഒരു അനന്തഗോപന. അയാളുടെ നമ്പർ എടുത്തുതരാം. ഇവളെ പിടിച്ച് ആ ലോക്കപ്പിലിട്. ഇയാൾ അങ്ങ് മാറ്റി നിർത്ത. ഞാൻ പറഞ്ഞിട്ട് വിട്ടാ മതി. ശരി മാഡം. മാഡം, കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരു മരതകവാള നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് കണ്ടെത്താനുള്ള ഒരു ശുഷ്കാന്തി നിങ്ങൾ കാണിക്കുന്നില്ലല്ലോ. ആര് പറഞ്ഞു കാണിക്കുന്നില്ല? 4 പാടും വല വിരിച്ച് കാത്തിരിക്കുകയാണ്. ആ വാള് എന്റെ കൈക്ക് തന്നെ വരും. ഹലോ, അഡ്വക്കേറ്റ് അനന്തഗോപനല്ലേ? അതെ. ഞാൻ സഹീറ തങ്ങൾ, ACP. ഒരു കാര്യം അറിയാനാ നിങ്ങളെ ഞാനിപ്പോ വിളിച്ചത്. എന്താ മാഡം? നിങ്ങളല്ലേ ചെമ്പകമംഗലത്തെ ആ ഉടവാളിന്റെ റിസീവർ? അതെ മാഡം. എന്നെയാ കോടതി റിസീവറായിട്ട് നിയമിച്ചിരിക്കുന്നത്. ഞാനൊരു വാളിന്റെയും അത് മോഷ്ടിച്ച സ്ത്രീയുടെയും ചിത്രങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരാം. ആ വാളും ചെമ്പകമംഗലത്തെ വാളും തമ്മിൽ സാമ്യമുണ്ടോന്ന് നോക്കി പറയണം. നോക്കി പറയാം മാഡം. മാഡം, ഇത് ചെമ്പകമംഗലത്തെ ഉടവാള് തന്നെ. ഒരു സംശയവും വേണം. ചെമ്പകമംഗലത്തെ വാള് സ്വർണത്തിൽ രത്നങ്ങൾ പതിപ്പിച്ച് നിർമ്മിച്ചതല്ലേ ഗോപൻ? അതെ. പക്ഷേ ഇതല്ല. അതുപോലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാള. സ്വർണത്തിന്റെ തരി പോലുമില്ല. ചെമ്പകമംഗലത്തെ വാളിന്റെ മറവില് എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ടല്ലോ വക്കീലെ. നമുക്ക് തമ്മിൽ നേരിട്ട് കാണേണ്ടി വരും. ശരി. എന്താടോ കാര്യം പറയ? ഇവിടുന്ന് പോയ വാളും അത് മോഷ്ടിച്ച സ്ത്രീയും പോലീസ് കണ്ടെത്തി. എന്നിട്ട് ദാ, ഇവളോ? ഇവരെ അറിയോ? നോ, അറിയില്ല. പക്ഷെ അത് സ്വർണവാളല്ല. ആ വൈശാഖ് കൊണ്ടുവന്ന പോലത്തെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാള. എന്നുവെച്ചാ അപ്പോൾ സാവിത്രിയും നിങ്ങളെ പറ്റിച്ചു അല്ലേ? ഇനി എന്തു വേണമെന്ന് ഈ ചന്ദ്രഗിരി ദേവരാജൻ ചെയ്ത് കാണിക്കാം.
മീനാക്ഷി അമ്മ എന്തിനാ അച്ഛ ഇങ്ങനെ സംശയിക്കുന്നത്? ഇവിടുത്തെ വാളെടുത്ത് മാറ്റിയിട്ട് അവൾ എന്ത് ചെയ്യാനാ? ഇതേ ചോദ്യം ഞാൻ പല ആവർത്തി രാജലക്ഷ്മിയോട് ചോദിച്ചു മോളെ. അവൾക്കും മറുപടിയില്ല. രാജലക്ഷ്മിയുടെ മനസ്സിൽ എന്തൊക്കെയുണ്ട്, അവളൊന്നും വിട്ടുപറയുന്നുമില്ല. ആ കുട്ടിയുടെ മനസ്സ് വല്ലാതെ നീറുന്നുണ്ടച്ച. അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? വാള് മോഷ്ടിച്ചുകൊണ്ട് പോയത് ആ മൈഥിലിയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാർത്തി സെർച്ച് ചെയ്യാൻ പോയിട്ട് വാൾ അവിടെ നിന്ന് കിട്ടിയില്ലല്ലോ. അതാ രാജലക്ഷ്മി മൈഥിലിയെ സംശയിക്കാത്തത്. ഇവിടുത്തെ ഉടവാളിന് കോടികൾ വിലയുണ്ടെന്ന് മൈഥിലിക്ക് അറിയാച്ച. ആ വാള് മോഷ്ടിച്ചോണ്ട് പോവാൻ വേണ്ടി തന്നെയാ അവൾ ഓരോ അടവും പറഞ്ഞിവിടെ നിന്നത്. പക്ഷേ പിന്നെ ഒരു സംശയം ബാക്കി വരുന്നു. എന്താച്ചാ? ആ വാളിൽ പതിപ്പിച്ചിരുന്ന രത്നങ്ങൾ എങ്ങനെ മീനാക്ഷിയുടെ മുറിയിൽ വന്നു? മീനാക്ഷി സംശയിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അതല്ലേ? അതൊരു പക്ഷേ മീനാക്ഷിയെ സംശയിക്കാൻ മൈഥിലി ഒരുക്കിയ കെണിയായിരുന്നെങ്കിലോ? മാത്രവുമല്ല, പോകാൻ വേണ്ടി മൈഥിലി ഒരുക്കിയ നാടകത്തിന്റെ ഭാഗമായി അവൾ ആ രാത്രി വന്ന് കിടന്നത് കാർത്തിയുടെ മുറിയിലല്ലേ? അപ്പോ ആ രത്നങ്ങൾ മൈഥിലി കൊണ്ടുവന്നിട്ട തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു സംശയം ബാക്കി. മീനാക്ഷിയുടെ മുറിയില് ആ വാൾ എങ്ങനെ എത്തിയെന്ന് പലവട്ടം സെർച്ച് ചെയ്തതാണല്ലോ. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല മോളെ. സാവിത്രി, എന്താ മോളെ നീ ആലോചിക്കുന്നേ? ഒന്നുമില്ല അച്ഛാ. മനുഷ്യരുടെ മനസ്സിൽ എന്തൊക്കെയാ ഉള്ളെന്ന് കണ്ടെത്താൻ വലിയ പാടാ അല്ലേ അച്ഛാ? അത് പിന്നെ മനസ്സൊരു കടൽ പോലല്ലേ മോളെ. അമ്മ എന്താ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുന്നേ? ഒറ്റയ്ക്ക് നിൽക്കുന്നതാ നല്ലത്. സമാധാനം കിട്ടുമല്ലോ. ഇവിടെ ആകെ ദാരിദ്ര്യം സമാധാനത്തിനാണല്ലോ. അതെ, ഇതൊന്നും നിന്നോടല്ല കേട്ടോ. നിന്നോട് എനിക്ക് ഒരു ദേഷ്യവുമില്ല. അമ്മ, സാവിത്രി എവിടെയാണെന്ന് അറിയാവോ? ആ, അവൾ അമ്പലത്തിൽ പോയിരിക്കെ. എല്ലാവരും ഓടുകയല്ലേ ഓരോ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി. ദേ, ഇപ്പൊ അഡ്വക്കേറ്റിനെ കാണാൻ പോയിരിക്കുക ജഗദീഷും കാർത്തിക്കും. മീനാക്ഷിക്ക് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.